ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 152. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 5 അനുഭാഗം 5 സൂക്തം 25. ഇവിടെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ ജനനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസവമെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആയുർവേദവും ശരീരശാസ്ത്രവും എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ചികിത്സയെ പറ്റിയൊന്നുമല്ല പറയുന്നത്. ഇവിടെയും ആ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ കൊച്ചിൻ്റെ ജനനത്തിന് പിന്നിലുള്ള ശക്തികളെ പറ്റിയാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ജനിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം. പിന്നെ ആ പ്രസവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 5 അനുഭാഗം 5 സൂക്തം 25. ഋഷി ബ്രഹ്മാവ്, ദേവത യോനി, ഗർഭം പൃഥ്വി, ഛന്ദസ് അനുഷ്ടുപ്പ്, ജഗതി. പരിവതാദിവാ യോനേരംഗാദംഗാദ സമാവൃതമ ശേപോ ഗർഭസ്യ രേതോധാഃ സരൗ പരിണമിവാദധത് യഥയം പൃഥിവീ മഹീഭൂതാനാം ഗർഭമോദധേ ഏവാദധാമി തേ ഗർഭം തസ്മൈ ത്വാമവസേഹുവേ ഗർഭം ദേഹി സിനീവാലി ഗർഭം ദേഹി സരസ്വതി ഗർഭം തേ അശ്ചിനോഭാ ധർത്താം പുക്കരസ്രജ ഗർഭം ത ഇന്ദ്രശ്ചാഗ്നിശ്ച ഗർഭം ദധാതു തേ വിഷ്ണുർയോനിം കൽപ്പയതു തുഷ്ട്വാരൂപാണി പിംശതു ആ സിന്ധു പ്രജാപതിരധാതാ ഗർഭം ദധാതു തേ യത് വേദരാജാ വരുണോ യത് വാ ദേവി സരസ്വതി യദിന്ദ്രോ വൃത്രഃ വേദ തത് ഗർഭകരണം പിബ ഗർഭോ അസ്യോഷധീനാം ഗർഭോ വനസ്പതീനാം ഗർഭോ വിശ്വസ്യ ഭൂതസ്യ സോ അഗ്നേ ഗർഭമേഹധാഃ അധിസ്കന്ദ വീരയസ്യ ഗർഭമാ ദേഹി യോന്യാം വൃഷാസേ വൃഷ്ണ്യാവൽ പ്രാജയൈത്വാ നയാമസി വിജിഹീഷ്വബാർഹസാമേ ഗർഭസ്ഥേ യോനിമാ ശയാമ അതുഷ്ടേ ദേവാഃ പുത്രം സോമപാ ഉഭയാവിനം ധാതഃ ശ്രേഷ്ഠേന രൂപേണാസ്യ നാര്യാ ഗവീന്യോഃ പുമാംസം പുതരമാ ധേഹി ദശമേ മാസി സൂതവേ തുഷ്ടഃ ശ്രേഷ്ഠേന രൂപേണാസ്യ നാര്യാ ഗവീന്യോഃ പുമാംസം പുത്രമാ ധേഹി ദശമേ മാസി സൂതവേ സവിതഃ ശ്രേഷ്ഠേന രൂപേണാസ്യ നാര്യാ ഗവീന്യോഃ പുമാംസം പുത്രമാ ധേഹി ദശമേ മാസി സൂതവേ പ്രജാപതേ ശ്രേഷ്ഠേന രൂപേണാസ്യ നാര്യാ ഗവീന്യോ പുമാംസം പുത്രമാ ദേഹി ദശമേ മസി സൂതവേ. ഭാവാർത്ഥം: സ്വർഗത്തിലെ പുണ്യതയാലെ വീര്യവാനായ പുരുഷൻ ജലത്തിൽ പോലെ ഗർഭധാരണം നടത്തുന്നു. ഭൂതങ്ങളുടെ ഗർഭത്തെ ഭൂമി ധാരണം ചെയ്യുന്ന പോലെ ഞാൻ ഗർഭം ധരിച്ചുകൊണ്ട് രക്ഷയ്ക്കായിട്ട് ഔഷധിയെ വിളിക്കുന്നു. അല്ലയോ സിനി, സരസ്വതി, കല്യാണി, നിങ്ങൾ ഈ ഗർഭത്തെ പുഷ്ടിപ്പെടുത്തുക. പുഷ്പമാല അണിഞ്ഞിരിക്കുന്ന അശ്വനീകുമാരന്മാർ നിന്റെ ഗർഭം പുഷ്ടിപ്പെടുത്തട്ടെ. മിത്രവരുണന്മാരും ബൃഹസ്പതിയും ഇന്ദ്രനും അഗ്നിയും ധാതാവും അതിനെ പുഷ്ടിപ്പെടുത്തട്ടെ. വിശ്വകർമാവ് അതിൻ്റെ രൂപം രചിക്കട്ടെ. പ്രജാപതി സിഞ്ചനം നടത്തുമ്പോൾ വിഷ്ണു ജനനേന്ദ്രിയം അതിന്
കഴിവുള്ളതാക്കുന്നു. വരുണനാലും സരസ്വതിയാലും ഇന്ദ്രനാലും അറിയപ്പെടുന്ന ഈ ഗർഭകരണത്തെ ഔഷധി പാനം ചെയ്യുക. അഗ്നി ഔഷധികളുടെയും വനസ്പതികളുടെയും മാത്രമല്ല, സകല ഭൂതങ്ങളുടെയും ഗർഭരൂപമാകുന്നു. വർഷിക്കുന്ന ശുക്ലത്താൽ ഗർഭദാനം നടക്കട്ടെ. നീ ചലിച്ചുകൊണ്ട് നിന്റെ വീര്യത്വം പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രജകളായിട്ട് മാറുന്നു. വിശിഷ്ടഗതിയോടെ സഞ്ചരിക്കുന്ന നീ ഗർഭദാനം നടത്തുന്നു. സോമപാനികളായ ദേവതകൾ എല്ലാ ലോകത്തെയും സംരക്ഷിക്കുന്ന പുത്രനെ നൽകും. മൂത്രത്തെ മൂത്രാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലുകളിൽ ചേർത്ത് വച്ച് നാഡികളിലൂടെ പുത്രനെ പുഷ്ടമാക്കുന്നു. അങ്ങനെ അവനെ 10-ാം മാസത്തിൽ പ്രസവയോഗ്യമാക്കുന്നു. അതുവഴി സൂര്യദേവനും പ്രജാപതിയുമെല്ലാം 10-ാം മാസത്തിൽ ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ യോഗ്യമാക്കണേ. ഇവിടെ സ്വർഗത്തിലെ പുണ്യതയാണ്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് സ്വർഗത്തിൽ നിന്നും. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള, ഭൂമിയുടെ പരിധിക്ക് മുകളിലുള്ള ഗ്രഹങ്ങൾ, അതായത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും എല്ലാമാണ്. ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച് അതാണ് സമയം. അതായത് ഉചിതമായ സമയത്ത് ഒരു പ്ലാനുണ്ട്. പ്രപഞ്ചത്തിന് സൃഷ്ടി നടത്തിയിട്ട് പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാക്കുന്നു. അങ്ങനെ 4 കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 4 യുഗത്തിലൂടെയാണത് സൃഷ്ടിക്രമത്തിലേക്ക് പോകുന്നത്, ആ പൂർണ്ണതയിലേക്ക് പോകുന്നത്. അതിൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനെ ജനിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം മുകളിൽ ഗ്രഹങ്ങളുടെ ചലനവുമായി അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു പ്ലാനുണ്ട്. അതിന് ആ പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ച് മുകളിൽ നിന്നാണ് ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ പുണ്യതയിൽ വീര്യവാനായ പുരുഷൻ ജലത്തിൽ വീണ ഇലകളെപ്പോലെ ഗർഭധാരണം നടത്തുന്നു. അതുപോലെയാണ് ജലത്തിൽ വീണ ഇലയെപ്പോലെ സ്വതന്ത്രമായ ആ ഒരു പ്രേരക ശക്തി ബീജം ഗർഭാശയത്തിൽ പതിക്കുമ്പോഴാണ് എന്ത് നടക്കുന്നത്, ഗർഭധാരണം നടക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെയോ ഭൂതങ്ങളുടെ ഗർഭത്തെ ഭൂമി ധാരണം ചെയ്യുന്നത് പോലെ ഭൂമിയാണ് ഭൂതങ്ങളുടെ ഗർഭത്തെ, എല്ലാ ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും ഭൂമിയിലാണ് ധാരണം ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഖരരൂപത്തിലുള്ളതും ഭൂമിയിൽ നിന്നാണ്, ജലരൂപത്തിലുള്ളതും ഭൂമിയിലാണ്, വായുരൂപത്തിലുള്ളതും ഭൂമിയിലാണ്, അഗ്നി ഊർജവും ഭൂമിയിൽ നിന്ന് തന്നെയാണ്, ആകാശം പ്രപഞ്ചത്തിൻ്റെ പ്രേരണ ഭൂമിയിലാണ് പതിക്കുന്നത്. അപ്പം എല്ലാം ഭൂമിയിൽ വെച്ചാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അതിനു വേണ്ട എല്ലാ സാധനങ്ങളും പഞ്ചഭൂതങ്ങളും ഭൂമിയിൽ ധാരണം ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ ഗർഭം ധരിച്ചുകൊണ്ട് രക്ഷക്കായി ഔഷധിയെ വിളിക്കുന്നു. അങ്ങനെയാണ് ആ കുട്ടി. അപ്പം എല്ലാം ഭൂമിയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതിനെല്ലാം നമുക്ക് വേണ്ടത് ഭൂമിയിലുണ്ട്. അതേപോലെ ഈ കൊച്ചും ഗർഭപാത്രത്തിലാണ് ജന്മമെടുക്കുന്നത്. കാരണം ഗർഭപാത്രത്തിൽ നിന്നാണ് അതിന് വേണ്ട എല്ലാ വസ്തുക്കളും, പഞ്ചഭൂത കര ദ്രവ വാതക രൂപത്തിലുള്ള എല്ലാ സംഗതികളും ആ ഗർഭപാത്രത്തിൽ വെച്ചാണ് ആ കുട്ടിക്ക് ജനിക്കുന്നത്. അപ്പോൾ ഒരു ഭൂമിയിൽ വെച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പോലെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രമാണ് അതിൻ്റെ ഭൂമി. അവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഔഷധിയെയും വിളിക്കുന്നു. അപ്പം ഗർഭത്തിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ട എല്ലാ ഔഷധികളെയും, ഗർഭസമയത്ത് ഔഷധങ്ങളെല്ലാം ഉപയോഗിക്കുക, അതിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യകതയും ഉണ്ട്. അപ്പോൾ ആയുർവേദത്തിനും അതിൽ പങ്കുണ്ട്. ജനിക്കുന്ന കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ആയുർവേദത്തിലൂടെ നമ്മൾ ഭക്ഷണത്തിലൂടെ നൽകേണ്ട ആവശ്യവും ഉണ്ട്. വെറുതെ അവിടെ കിടന്ന് വളരില്ല. അത് ഭക്ഷണ രൂപത്തിലെല്ലാം അവിടെ എത്തിക്കേണ്ടതുണ്ട്. ആ ഭക്ഷണത്തിൽ അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ട സംഗതികളെല്ലാം വേണം. പ്രതിരോധം എന്ന് പറയുമ്പോൾ ആയുർവേദം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ട എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം അവിടെ വെച്ച് ലഭിക്കണം.
അല്ലയോ സിനി, സരസ്വതി, കല്യാണി, നിങ്ങൾ ഈ ഗർഭത്തെ പുഷ്ടിപ്പെടുത്തുക. ഇവിടെ ജ്ഞാനവും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സൃഷ്ടിയെല്ലാം, അതിൻ്റെ അകത്തുള്ള കർമ്മങ്ങളെല്ലാം പുരോഗമിക്കുന്നത്. സരസ്വതി, ജ്ഞാനം, സയൻസിൻ്റെ അടിസ്ഥാനം. കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണകാരകമായ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അവിടെ ഗർഭം പുഷ്ടിപ്പെടുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. ശരിയായ ശാസ്ത്രതത്വത്തിന് ഗർഭമെല്ലാം പുഷ്ടിപ്പെടുന്നതിന് ഓരോ ശാസ്ത്രഘട്ടങ്ങളുണ്ട്. സയൻസിൽ പടിപ്പടിയായി ഓരോ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ വളർച്ചയെല്ലാം കിടക്കുന്നത്. അതിനനുസരിച്ച് അത് പുഷ്ടിപ്പെടുന്നു. ഈ ഗർഭവതിയായ സ്ത്രീക്കും അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. പുഷ്പമാല അണിഞ്ഞിരിക്കുന്ന അശ്വനി കുമാരന്മാർ നിന്റെ ഗർഭം പുഷ്ടിപ്പെടട്ടെ. അപ്പം അശ്വനി കുമാരന്മാർ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പുഷ്പമാല എന്നെല്ലാം പറയുമ്പം ഓർബിറ്റായിട്ട് നമ്മൾ മുമ്പ് തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പം ഓർബിറ്റും സൂര്യൻ്റെ ചലനവുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അശ്വനി കുമാരന്മാർ. അശ്വനി കുമാരന്മാരാണ്. അതും ചില ഫലങ്ങളെല്ലാമാണ്. അതാണ് നമ്മുടെ കർമ്മങ്ങളെയെല്ലാം, ഇവിടെയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റി, അപ്പോഴപ്പോഴുള്ള ഡേ ടു ഡേ അല്ല, ഓരോ സമയത്തുമുള്ള കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ അശ്വനി കുമാരന്മാരാണ്. അതും ചില ഫലങ്ങളാണ്, നമ്മളെ സ്വാധീനിക്കുന്ന ഫലങ്ങൾ തന്നെയാണ്. അവയെപ്പറ്റിയെല്ലാം പിന്നീട് കുറച്ച് അങ്ങോട്ട് വേദപഠന ക്ലാസ്സിലോട്ട് നമ്മൾ ഇവരെല്ലാം കാണും. ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളിൽ വരുന്നതാണ് ഈ മരുത്തുക്കളും അശ്വനി കുമാരന്മാരും എല്ലാം. അപ്പം അതെല്ലാം വ്യക്തമായിട്ട് സയൻസിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും. അപ്പോൾ ഗർഭത്തെ പുഷ്ടിപ്പെടുത്തുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. പിന്നെ മിത്രവരുണന്മാരും ഇതേപോലെ തന്നെ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മിത്രം എന്ന് പറയുമ്പോൾ അനുകൂല സാഹചര്യങ്ങൾ വേണം, അനുകൂല സമയമായിരിക്കണം. വരുണനെല്ലാം സമയമായിട്ടും ഗ്രഹങ്ങളുടെ പൊസിഷനുമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബൃഹസ്പതി എന്ന് പറയുമ്പോൾ വ്യാഴന് മക്കളുടെ കാരകത്വമുണ്ട് വ്യാഴഗ്രഹത്തിന്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനത്തിനും, ഗർഭമായാലും എന്തായാലും അതിൽ ഇന്ദ്രൻ ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ പ്ലാനുമായിട്ട്, അതായത് പരമാത്മാവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ഗർഭത്തിൽ കുട്ടി വളരുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും ഇൻവോൾവ് ആവുന്ന കക്ഷിയാണ് ഇന്ദ്രനും അഗ്നിയും. ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് ദാതാവും അതിനെ പുഷ്ടിപ്പെടുത്തട്ടെ. വിശ്വകർമാവ് അതിൻ്റെ രൂപം രചിക്കട്ടെ. വിശ്വകർമാവ് എന്നത് പ്രപഞ്ചത്തിൻ്റെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള വിഷയം. സയൻസ് തന്നെ, സയൻസിൻ്റെ ടെക്നോളജി ആപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ഒരു വലിയ എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം എഞ്ചിനീയറിംഗ് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരഘടന എങ്ങനെ വേണം. ഇപ്പം നമ്മൾ റോബോട്ടിനെ ഉണ്ടാക്കുമ്പോൾ എന്തുപയോഗത്തിന് വേണ്ടിയാണ്, അതിനനുസരിച്ചുള്ള എന്തെല്ലാം അവയവങ്ങൾ വേണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഒരു എഞ്ചിനീയറാണ്. അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടി സമയത്ത് ഒരു കൊച്ച് ജനിക്കുമ്പോൾ ആ കൊച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ അത് പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കർമ്മങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതിനെന്തെല്ലാം ബുദ്ധിശക്തി വേണം, അതിനെന്തെല്ലാം ശരീരത്തിൻ്റെ ഘടന വേണം, അതിനെത്ര മെമ്മറി വേണം, അതിന് ഏത് തരത്തിലുള്ള ശരീരഘടന വേണം, അതിന് എത്ര സഹനശക്തി വേണം, ഇങ്ങനെയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്ന ആ ശക്തിവിശേഷത്തെയാണ് ഇവിടെ വിശ്വകർമാവ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹമാണ് ആ കുട്ടിക്ക് എന്തെല്ലാം ക്വാളിറ്റി എല്ലാം വേണമെന്ന് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ജനിതക ഘടനയെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്. അതെല്ലാം പരമാത്മാവിൻ്റെ തത്വം,
പ്ലാൻ അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്, ആ കുട്ടിയെ ആ ഒരു വിശ്വകർമാവ് രൂപകൽപ്പന ചെയ്ത തരത്തിലുള്ള കുട്ടിയെ ജനിതക ഘടനയുള്ള പുരുഷൻ്റെയും സ്ത്രീയുടെയും എല്ലാം യോജിപ്പിച്ചിട്ട് ആ കുട്ടീനെ ഡിസൈൻ യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പം വിശ്വകർമാവ് അതിൻ്റെ രൂപം രചിക്കട്ടെ. അപ്പം ഇങ്ങനെ കുറേ കക്ഷികൾ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. പ്രജാപതി സിഞ്ചനം നടത്തുമ്പോൾ വിഷ്ണു ജനനേന്ദ്രിയവും അതിന് കഴിവുള്ളതാക്കുന്നു. അപ്പം വിഷ്ണുവിൻ്റെ ജോലി ജനനേന്ദ്രിയങ്ങൾക്കെല്ലാം അത്തരം ഒരു കുട്ടിയെ ജനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള ശക്തി എന്തല്ല. അപ്പം അങ്ങനെ ഒരു കുട്ടി ജനിക്കണ്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ള ജനനേന്ദ്രിയങ്ങളും എല്ലാം അതെല്ലാം വിഷ്ണുവാണ് നോക്കി നടക്കുന്നത്. വരുണനാലും സരസ്വതിയാലും ഇന്ദ്രനാലും അറിയപ്പെടുന്ന ഈ ഗർഭകാരണത്തെ, ഇപ്പം വരുണനാലും സരസ്വതിയാലും ഇന്ദ്രനാലും അറിയപ്പെടുന്ന ഈ ഗർഭകരണത്തെ അപ്പോഴും വരുണനറിയാം. വരുണനാണ് ആ പ്ലാനറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർക്കെല്ലാം ഈ കുട്ടി ഏത് തരത്തിലുള്ളതാണ് വേണ്ടത് എന്നല്ല അവർക്കറിയാം. സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ശരിയായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം സംയോജിപ്പിച്ചിട്ട് ഏകോപിപ്പിക്കുന്ന ഇന്ദ്രനും ഇതിനെപ്പറ്റി എല്ലാം നല്ലവണ്ണം അറിയപ്പെടുന്ന ഈ ഇതിനെ ഔഷധി പാനം ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഔഷധികളും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അഗ്നി ഔഷധികളുടെയും വനസ്പതികളുടെയും മാത്രമല്ല സകല ഭൂതങ്ങളുടെയും ഗർഭരൂപമാകുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഊർജമാണ് പ്രധാനം. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നടപ്പാക്കണ്ടെങ്കിൽ ഊർജം വേണം. വെറുതെ വരച്ചുണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. അഗ്നിയുടെ സഹായത്താലേ ഇത് നടപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ദ്രൻ ഏകോപിപ്പിക്കുന്ന ശക്തി, ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൃഷ്ടി. ശരീരത്തിലുള്ള ജനിതഘടനകളെല്ലാം പൊട്ടിച്ചിട്ട് അതിന് യോജിച്ചതിനെയെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിനനുസരിച്ചുള്ള ജനിതഘടനയുള്ള കുട്ടികളെയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പിന്നിൽ അഗ്നിക്ക് വലിയ പങ്കുണ്ട്. കാരണം ഇവിടെ എല്ലാം രാസപ്രവർത്തനങ്ങളാണ്, പൊട്ടലും ചേർക്കലും. അത് ക്രോമസോമുകൾ വിഭജിക്കുന്നുണ്ട്, കൂടിച്ചേർന്ന് വേറൊരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഊർജമാണുള്ളത്. ഒരു പ്രത്യേക ഊർജത്തിലാണ് ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അഗ്നിക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ സകല ഭൂതങ്ങളുടെയും ഗർഭരൂപമാകുന്നു. എന്തിൻ്റെയും അടിസ്ഥാനം ഈ അഗ്നി തന്നെയാണെന്ന് പറയുകയാണ്. വർഷിക്കുന്ന ശുക്ലത്താൽ ഗർഭധാനം നടക്കട്ടെ. അങ്ങനെയുള്ള സമയത്താണ് വർഷിക്കുന്ന ശുക്ലത്തിൽ നിന്നും വേണ്ടതിനെ യോജിപ്പിച്ചിട്ട് ഇവരെല്ലാം കൂടിയിട്ടാണ് കാലത്തിന് യോജിച്ച ഒരു കുട്ടിയെ സെലക്ട് ചെയ്ത് ഗർഭധാനം നടത്തുന്നത്. വലിയൊരു പ്രക്രിയയുണ്ട്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജന്മം ഏതോ ഒന്നുണ്ടാവുന്നു, ഒരു കുട്ടി അങ്ങ് ജനിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് ആദ്യം മുതലേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതില്? ആ പരമാത്മാവെന്ന പ്ലാനിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പരമാത്മാവിനെ പ്ലാൻ ചെയ്തിട്ട് ഓരോ കാലഘട്ടത്തിൽ ഇന്ന ക്വാളിറ്റിയിലുള്ള കുട്ടിയെ ജനിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ജനിതക ഘടനയെല്ലാം യോജിപ്പിച്ചെടുക്കുന്നതിൽ, ഡിസൈൻ ചെയ്യുന്നതിലെല്ലാം വലിയ ടെക്നോളജിയാണ് അതിൻ്റെ അത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടീനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ആവശ്യം റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനാണ്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. നമുക്ക് ചുമ്മാങ്ങുണ്ടായി പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, അങ്ങനെ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നു. അതൊന്നും അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ സാങ്കേതികമായ കാര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു കുട്ടിയെ രൂപകൽപ്പന ചെയ്തെടുക്കുന്നത്. ഇതൊന്നും അച്ഛനും അമ്മയൊന്നും അറിയുന്നില്ല, ഈ സമൂഹവും അറിയുന്നില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ അച്ഛനും അറിയില്ല, അമ്മക്കും അറിയില്ല. ഭാവിയിൽ അവൻ ചെയ്യുന്നതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ആരാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇത് അലോപ്പതിക്ക് പോലും ഇങ്ങനെ ഒരു വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോലും ഇന്ന് പറ്റില്ല. അതാണ് ആയുർവേദത്തിലും അഥർവവേദത്തിലൂടെയും പറഞ്ഞു തരുന്നത്.
അലോപ്പതിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ഡിസൈൻ ചെയ്തിട്ടാണോ ഒരു കുട്ടീനെ ജനിപ്പിക്കുന്നത്, ഇങ്ങനെയെല്ലാം ഒരു ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലെല്ലാം രൂപകൽപ്പന ചെയ്ത് ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒന്നിനെ സെലക്ട് ചെയ്തിട്ട് അണ്ടുവായിട്ട് ചേർത്തിട്ട് ഒരു കൊച്ചുണ്ടാക്കുന്നതിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ടാണോ നടപ്പാക്കുന്നതെന്ന് അലോപ്പതി ഡോക്ടറോട് ചോദിച്ചു നോക്കി. അങ്ങനെ പറയാ ഇതൊന്നും അങ്ങനെയല്ലാണോ? കാരണം നമുക്ക് പോലും ഈ പറയുന്ന എനിക്ക് പോലും പറയുമ്പോൾ ഇത്രയും സാങ്കേതികത്വമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടാണ് ഒരു കുട്ടിയെ ഉണ്ടാക്കുന്നതെന്നാണ് അഥർവവേദം പറയുന്നത്. നീ ചലിച്ചുകൊണ്ട് നിന്റെ വീര്യത്വം പ്രകടിപ്പിക്കുമ്പോൾ, അപ്പോൾ ആ ശുക്ലത്തിലുള്ള ആ പ്രത്യേക ബീജം ചലിച്ചുകൊണ്ട് വീര്യത്തെ പ്രകടിപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക സ്പീഡിൽ അത് ചലിച്ചുകൊണ്ട് ആ അണ്ഡവുമായി കൂടിച്ചേരും. അത് നെറ്റിലെല്ലാം ആ പടങ്ങളെല്ലാം ഉണ്ട്, എടുത്ത് നോക്കിയാൽ മതി. ഓരോന്നും മത്സരിച്ച് ഓടുന്നതിലും അത് ഒന്ന് വിജയിച്ച്, എത്രയോ എണ്ണങ്ങൾ ഉള്ളതിൽ നിന്ന് ഒന്ന് വിജയിച്ച് അവിടെ എത്തിക്കുന്നതിൽ, വിജയിപ്പിച്ച് അവിടെ കൊണ്ട് ചേർക്കുന്നതിൽ ഇന്ദ്രനും എല്ലാം ഇവരെല്ലാം സെലക്ട് ചെയ്ത് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നതാണ് അവിടെ പോയി യോജിക്കേണ്ടത്. എല്ലാം ഒന്നും കേട്ടിട്ടൊന്നും അവിടെ പോയി യോജിക്കാൻ പറ്റില്ല. അത് എത്രയോ കാലങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് ഒരു ദിവസത്തേതിലുള്ള ഒന്നിൽ നിന്ന് ഈ സംഭവം നടക്കുന്നത്. ചിലപ്പോൾ വർഷങ്ങൾ, ചിലപ്പം കാട് വെട്ടിട്ടായിരിക്കും ഒരു കുട്ടീനെ കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കും. അതിനനുസരിച്ച സമയം എത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേണ്ട തരത്തിലുള്ള കുട്ടീനെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കൂട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പം അതിൻ്റെ പിന്നിൽ എത്ര സാങ്കേതികതമുണ്ട് ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഓരോ കാലഘട്ടത്തിനും കർമ്മങ്ങൾ ചെയ്യാൻ അനുസരിച്ചിട്ടുള്ള ഒരു കുട്ടീനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സെലക്ഷൻ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ തീരുമാനിക്കണം. ഈ കുട്ടിക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണം, അതിന് ഏതെല്ലാം ബീജങ്ങളെ യോജിപ്പിക്കണം, എങ്ങനെ അതിനെ യോജിപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടു. അത്രയും വലിയ കർമ്മങ്ങൾ ആരേറ്റെടുത്തിരിക്കുകയാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഒരു ഫോഴ്സ്. ആ ഫോഴ്സിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതിനെ ഡിസൈൻ ചെയ്തിട്ടെല്ലാം തീരുമാനിക്കുന്ന ഇന്ദ്രനെ അതിനെ ഏകോപിപ്പിക്കുന്ന ഫോഴ്സാണ്. മറ്റേ വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഞ്ചിനീയറാണ്. അങ്ങനെയാണ് നമുക്ക് ഇന്നല്ല ഇതെല്ലാം വേണ്ടേ? എഞ്ചിനീയർ വേണ്ടേ? ഏകോപിപ്പിക്കുന്ന സൂപ്പർവൈസർ വേണം. എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ഡിസൈൻ വിങ് ഉണ്ട്. ഓരോ സ്ഥാപനത്തിനും റിസർച്ച് വിങ് ഉണ്ട്, ഡിസൈൻ വിങ് ഉണ്ട്. റിസർച്ച് കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് എന്നിട്ട് ഒരു ഡ്രോയിങ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർവൈസർ, ഇവരെല്ലാം കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത് നടക്കുമ്പോൾ. പക്ഷെ ഇത്ര സിമ്പിൾ കാര്യമല്ല ഇത്. ഇതെല്ലാം ഇതിനുള്ളൊരു പ്ലാനുണ്ട്. ഏത് പരമാത്മാവ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും എല്ലാം ആധുനിക സയൻസിന്റെ 10 ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അവർ ചിന്തിക്കുന്ന എങ്ങുണ്ടായി പോകുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു, ഇതിനൊരു പ്ലാനും ഇല്ല, സമയവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ചിന്തിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ആക്സിഡന്റലായിട്ട് അങ്ങ് സംഭവിക്കുന്നു. പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ശക്തിക്ക് ഇങ്ങനെ സമയവുമായിട്ടൊരു ബന്ധവുമില്ല, പ്ലാനിങ്ങും ഇല്ല. ചുമ്മാ തോന്നുന്ന മാതിരി ഉണ്ടാക്കിയാണെന്നുള്ള ധാരണയാണെങ്കിൽ കുറച്ച് ചിന്തിക്കുന്നവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോഴേ ഇതിൻ്റെ സാങ്കേതികത്വം എല്ലാം പിടികിട്ടുകയുള്ളൂ. നമ്മൾ തന്നെ ഒരു TV ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇന്നലത്തെ TV കണ്ട എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ അയക്കുന്ന ആ ഡ്രോണിനെ റഷ്യ അവരുടെ സിഗ്നൽ ഉപയോഗിച്ചിട്ട് അതിനെ ഇവർ നിയന്ത്രിക്കുകയാണ്. ആ ഡ്രോണിനെ സാധാരണ അവരവരുടെ ഡ്രോണിനെ അവരവരാണ് നിയന്ത്രിക്കുക. അപ്പം മറ്റേവർ അതിനുള്ള വിദ്യയും കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ഇവർ അങ്ങോട്ടേക്ക് അയച്ച് ബോംബിടാൻ പോകുമ്പോൾ അവർ അതിൻ്റെ കൺട്രോൾ അവർ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചിട്ട് ഇപ്പുറം കൊണ്ടുണ്ടോന്നല്ല അവർക്ക്. അപ്പം ഇവിടെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിയൊന്ന് ആലോചിച്ച് നോക്കിയത്. എത്ര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇതിനെല്ലാം തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഈ സൃഷ്ടിക്കുകയല്ല ഈ ബുദ്ധിയൊന്നുമില്ല, വെറുതെ ചുമ്മാ ആണെന്ന് ചിന്തിക്കുന്നവർക്ക്. കാരണം അതിനാണ് ഞാൻ ആദ്യം തന്നെ എന്ത് പറഞ്ഞത്, സിസ്റ്റം അപ്രോച്ച്. ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ്. ഏതൊരു സിസ്റ്റത്തിനും, അത് പ്രപഞ്ചമാകുന്ന സിസ്റ്റത്തിനും
ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് ലഭിച്ചുകൊണ്ട്, അതായത് സുന്ദരമായ ഒരു ലോകം 4 ഘട്ടങ്ങളിലൂടെ അവസാനം എത്തുമ്പോഴേക്ക് അതിന് വേണ്ട പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് പോവുക. അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു, ആ സിസ്റ്റം പടിപടിയായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഇതാണ് സിസ്റ്റം അപ്രോച്ച്, മോഡേൺ മാനേജ്മെൻറ്റ് അപ്രോച്ച്. അങ്ങനെ ഒരു സിസ്റ്റത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പം നീ ചലിച്ചുകൊണ്ട് നിൻ്റെ വീര്യത്വം പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രജകളായി മാറുന്നു. അപ്പോഴാണ് ആ ഒരു ബീജം വളരെ സ്പീഡിൽ അതിൻ്റെ വീര്യത്വം പ്രകടിപ്പിച്ചിട്ട് അണ്ഡവുമായി ചേരുമ്പോഴാണ് അതൊരു പ്രജയായി മാറുന്നത്. വിശിഷ്ടഗതിയോടെ സഞ്ചരിക്കുന്ന നീ വിശേഷ ഗതിയോടെയാണ് അത് സഞ്ചരിക്കുന്നത്, ആ ബീജം. ആധുനിക സയൻസ് പോലും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, എടുത്തു നോക്കുമ്പോൾ ഒരാൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയാൽ കാണാം, അന്തം വിട്ടുപോകും. ഒന്ന് ഓടിപ്പിടിച്ചിട്ട് അതിൻ്റെ വീര്യത്വം പ്രകടിപ്പിച്ചുകൊണ്ട് അണ്ഡവുമായിട്ട് ചേരുന്നു. അപ്പോൾ ഇവിടെ വിശിഷ്ടഗതിയോടെ സഞ്ചരിക്കുന്ന നീ ഗർഭധാനം നടത്തുന്നു. സോമപാനികളായ ദേവതകളെ എല്ലാ ലോകത്തെയും സംരക്ഷിക്കുന്ന പുത്രനെ നൽകും. അതിലൂടെയാണ് ലോകത്തെ പരിപാലിക്കാനാണ് അതിനനുസരിച്ച് ഒരു പുത്രനെ ജനിപ്പിക്കുന്നത്. ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത് ലോകത്തെ പരിപാലിക്കാനാണ്. പ്രപഞ്ച സൃഷ്ടിയായി ബന്ധപ്പെട്ട കർമ്മത്തിൽ പങ്കെടുത്തിട്ട് തൻ്റേതായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ ജനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല അവനവൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയല്ല. എന്നിട്ടോ മൂത്രത്തെ മൂത്രാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലുകളിൽ, മൂത്രാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലുകളിൽ ചേർത്തു വെച്ച നാഡികൾ. അപ്പോൾ ആ എല്ലുകളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ചില നാഡികളെ പറ്റി അവിടെ പരാമർശിക്കുകയാണ്. ഈ നാഡികളാണ്, നാഡികളിലൂടെ പുത്രനെ പുഷ്ടിപ്പെടുത്തുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വളർച്ചയും എല്ലാം ആ നാഡികളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ നാഡികൾക്ക് ഗ്രഹങ്ങളുമായിട്ടെല്ലാം ബന്ധമുണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ അവനെ 10-ാം മാസത്തിൽ പ്രസവയോഗ്യമാക്കുന്നു. അപ്പം ഇങ്ങനെ കുറേ ഘടകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന മാതിരി നമുക്കിതിൻ്റെ അകത്തുള്ള റോൾ ഒന്നും തന്നെ ഇല്ല. ശരീരത്തിൽ ഇതിനെ വളർത്താൻ വേണ്ട നാഡീ വ്യവസ്ഥിതികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് ആ നാഡികളിലൂടെ അതിനെ കൺട്രോൾ ചെയ്തിട്ടെല്ലാം അവർക്ക് വേണ്ട, ആ ശക്തിക്ക് വേണ്ട തരത്തിലുള്ള, അല്ലെങ്കിൽ ലോകത്തിന് വേണ്ട തരത്തിലുള്ള ആ കാലത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ആ കർമ്മത്തിൽ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു കുട്ടിയെ ജനിപ്പിച്ചെടുക്കുന്നത്, ആ കർമ്മം ചെയ്യുവാൻ അനുയോജ്യമായ ഒരു കുട്ടിയെ ജനിപ്പിച്ചെടുക്കുന്നത് ഇത്തരത്തിൽ കുറേ ശക്തിവിശേഷങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയില്ല. കുറേയെല്ലാം സയൻസ്, ആധുനിക സയൻസ് ആ ചില നാഡികളെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിയിരിക്കുമെങ്കിലും ഇത്രയും ബൃഹത്തായ പ്രപഞ്ച സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു കുട്ടിയെ ജനിപ്പിച്ചെടുക്കുന്നത്. അതിൽ ഇത്രയും സങ്കീർണമായ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇങ്ങെല്ലാം ഉണ്ട്, കൺട്രോളിങ് ഡിപ്പാർട്ട്മെൻ്റെല്ലാം ഉണ്ട് എന്നുള്ളതൊന്നും ആധുനിക സയൻസിനും മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് അവനെ 10-ാം മാസത്തിൽ പ്രസവയോഗ്യമാക്കുന്നത്. അതുവഴി സൂര്യദേവനും പ്രജാപതിയുമെല്ലാം 10-ാം മാസത്തിൽ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുവാൻ യോഗ്യമാക്കണേ. അതായത് ആൺകുട്ടിയെ എന്ന് പറയാൻ കാരണം ഇവിടെ കർമ്മങ്ങൾ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയാണ് കുട്ടികളെ ജനിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു കർമ്മം അതിനു വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് കുടുംബകാര്യങ്ങളുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ലോകകാര്യത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനൊരു ലിമിറ്റേഷനുണ്ട്. ആ നിലയിൽ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ലോകകാര്യങ്ങൾക്കാണ് കൂടുതൽ. കാരണം ലോകത്തിലുള്ള എല്ലാ സംഭവവികാസങ്ങളിൻ്റെ ഇടയിലും പിന്നിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അധികവും പുരുഷന്മാർ തന്നെയാണ്. ലോകത്തെ മാറ്റിമറിക്കുന്ന വ്യക്തികൾ, ലോകത്തെ മാറ്റിമറിക്കുക, ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊന്നിലേക്ക് പുതിയൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പുരുഷന്മാർ തന്നെയാണ് കുറച്ച് മുൻതൂക്കമെന്ന് കാണാൻ പറ്റും. ചരിത്രം പരിശോധിച്ചാൽ മതി. സ്ത്രീകൾ അതിനെയും നയിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ ഒരു ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രക്രിയയിൽ
അത്തരം തത്വചിന്തകളിലൂടെ വരുന്ന തത്വചിന്തകരെയെല്ലാം പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ പുരുഷന്മാർ തന്നെയാണ്, അവരുടെ പേരാണ് കൂടുതൽ കാണുക. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത്തരത്തിലെടുത്താൽ മതി. അങ്ങനെ ഒരു പുത്രനെ നൽകണേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സങ്കീർണമായിട്ട് പ്രകൃതിക്ക് വേണ്ടി ആ ബ്രഹ്മം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള കർമ്മത്തിൽ പങ്കെടുക്കുവാനാണ് ഒരു കുട്ടിയെ ഓരോ കാലഘട്ടത്തിലും അവന് ചെയ്യേണ്ട കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം വിലയിരുത്തിയിട്ട് അനേകം ജനിതക ഘടനയുള്ള ബീജങ്ങളിൽ നിന്നെല്ലാം അനുയോജ്യമായതിനെ പല തലമുറകളിലെല്ലാം ഉള്ളതിനെ യോജിപ്പിച്ചെടുത്തിട്ടെല്ലാം ഉണ്ടാണ്. അതിൻ്റെ പിന്നിൽ കുറേ കക്ഷികളെല്ലാം ഇന്ദ്രനും മറ്റേ വിശ്വകർമാവും എഞ്ചിനീയർ, പിന്നെ മറ്റേ അശ്വനി കുമാരന്മാരും എല്ലാം തുടങ്ങിയിട്ട് കുറേ പേര് പാടുപെട്ടിട്ട് ഡിസൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കണം വേണ്ട, അയാൾ പ്ലാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്ലാനിനനുസരിച്ചിട്ടുള്ളതെല്ലാം എല്ലാം സെലക്ട് ചെയ്തിട്ടാണ് ഒരു കൊച്ചിനെ ഉണ്ടാക്കി വെളിയിലേക്ക് 10ാം മാസത്തിൽ വിടുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങളാണ്. പക്ഷേ ഇത് ആധുനിക സയൻസൊന്നും ആ നിലയിലൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അഥർവവേദം, അതായത് ആയുർവേദം കൺട്രോൾ ചെയ്യുന്നവർ, ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൺട്രോൾ ചെയ്യുന്നവർ ഈ ഫാക്ടറുകളെല്ലാം മനസ്സിലാക്കിയിരിക്കണം.